ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ വർഷം കൊട്ടാരക്കര ഇവിടെ നടക്കുന്ന ബൈബിൾ പഠനത്തോടുള്ള ബന്ധത്തിലുള്ള അടുത്ത വിഷയത്തിൻ്റെ ക്ലാസ് എടുക്കുവാൻ ദൈവം കൃപ നൽകുന്നു. ഇത്രയും പേർക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാവികാല ശാസ്ത്രം എന്നുള്ള ബന്ധത്തില് എനിക്ക് 4 ക്ലാസ്സാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇതിലെ വിഷയം നോക്കുമ്പോൾ ഏകദേശം 22 അധ്യായങ്ങളിലൂടെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകം അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വെബ്സൈറ്റിലുണ്ട്. ഡീപ്പ് സ്റ്റഡിയാണ്, ഓരോ വാക്കായിട്ടുള്ള സ്റ്റഡിയാണ് വെളിപ്പാട് പുസ്തകം. എൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെയും അങ്ങനെ ഒരു ബൈബിൾ പഠിക്കുക, ബൈബിൾ തിരുവചനം സംസാരിക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള, ഉദാഹരണത്തിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ എന്ന് വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ അതെന്താണ് ദൈവകൃപ, യേശു ആരാണ്, ക്രിസ്തു ആരാണ്, ആമേൻ എന്നാണ് എന്നിങ്ങനെ വന്ന ഓരോന്നിൻ്റെയും വരുമ്പോഴാണ് ഇതിൻ്റെ ദീർഘമായിട്ട് വരുന്നത്. ആ നിലയിലാണ് ബുക്ക് എഴുതിയിരിക്കുന്നത്. അന്നേരം വെളിപ്പാട് പുസ്തകം ഞാനിത് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ ഭാവികാല ശാസ്ത്രം എന്ന് അവര് വായിച്ചപ്പോൾ അവര് കൂടി നിന്ന ആ ലേഡീസ് ആയിരുന്നു, അവരെല്ലാം ചിരിക്കുവാനിടയായി. ഇതെന്തോ ഭാവികാല ശാസ്ത്രം, തത്വശാസ്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മറ്റ് ശാസ്ത്രങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഭാവികാല ശാസ്ത്രം അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞ ബൈബിളിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് അത്. അവർ കുറച്ചൊക്കെ വായിച്ചപ്പോഴൊക്കെ അവർക്ക് എന്നോട് സർവശക്തനായ ദൈവം വളരെയധികം ആദരവ് തന്നു. പല കാര്യങ്ങൾക്കും പലയിടത്തും ചെന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പ്രത്യേകിച്ച് ദൈവം, ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ആരുടെ വേലയാണ് ചെയ്യുന്നത്? രാജാവിൻ്റെ വേലയാണ്. വഴി നിരത്തുന്ന ദൈവം സഹിച്ചു ഇത് ചെയ്യുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ 22 അധ്യായങ്ങളിലൂടെയാണ് ഇത് ഈ ഭാവികാല ശാസ്ത്രം ഞാൻ എഴുതിയിരിക്കുന്നത്. അതിലെ ആ ബുക്കുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതാണ്. അതിലെ ഉള്ളടക്കം ദൈവശാസ്ത്ര പഠന ശാഖകൾ എത്ര എണ്ണം, 10+2 10 ശാഖകള്. പിന്നെ ഭാവികാല ശാസ്ത്രം എന്നാൽ എന്ത്, 3 മരണാനന്തര ജീവിതം, 4 ക്രിസ്തുവിന്റെ വീണ്ടും വരവ്, 5 ക്രിസ്തുവിന്റെ വരവിന്റെ 1-ാം ഘട്ടം, 6 ഭാവികാല ന്യായവിധികൾ ഏതെല്ലാം, 7 ക്രിസ്തുവിന്റെ ന്യായാസനം, അത് ആർക്കുള്ളതാണ്, അവിടെ എന്തെല്ലാമാണ് ചോദിക്കുന്നത്, കണക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങി നിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങള്. പിന്നെ 8ാമത് പുനരുത്ഥാനം, 9 രണ്ടാം പുനരുത്ഥാനം, 10ാമത് പീഡനകാലം, മുദ്ര, കാഹളം, കലശം എന്നിവയുള്ള 21 ന്യായവിധികളുടെ ഒരു വലിയൊരു ന്യായവിധി. 21 ന്യായവിധികളും ഇവിടെ ഇതാകുമ്പോൾ അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഇനി ആരെങ്കിലും ഈ ദൈവത്തെ അറിയുവാനുണ്ടോ എന്ന സർവശക്തനായ ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഓരോ ഇവിടുത്തെ ഈ ന്യായവിധി അരങ്ങേറുമ്പോൾ 21 ന്യായവിധികളാണ് അരങ്ങേറുന്നത്. 11ാമത് എതിർ ക്രിസ്തു എന്താരാണ്, സഭയും മഹാപീഡനകാലവും, ഹെർമഗദോൻ യുദ്ധം, മുദ്രയിടപ്പെട്ട 144,000 പേര്, മഹാപീഡനകാലത്തിലെ 2 സാക്ഷികൾ, മഹാപീഡനകാലത്തും രക്ഷണ്യ പ്രവൃത്തികളുണ്ട്, കുഞ്ഞാടിന്റെ കല്യാണം, മഹാദൈവത്തിന്റെ അത്താഴം, അത് തമ്മിലുള്ള വ്യത്യാസം, ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, സഹസ്രാബ്ദ വാഴ്ച, പുതിയ യെരുശലേം, നിത്യവാസം, വിശ്വാസിയും എതിർ ക്രിസ്തുവിന്റെ 666 മുദ്രയും, 22ാമത്തെ അധ്യായം സഭയുടെ ഭാവി. ആദ്യം മുതൽ വെളിപ്പാട് മുതൽ 1-ാം അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങള് അത് സഭയുടെ ഭാവിയെ കുറിക്കുന്നതാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് ആരംഭം കുറിക്കുകയാണ്. എസ്കറ്റോളജി അഥവാ ഭാവികാല ശാസ്ത്രം. ഭാവികാല ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികള് ബൈബിൾ സ്കൂൾ പഠിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഭാവികാല
ശാസ്ത്രം പഠിക്കുന്നതിനുമുണ്ട്, ശാസ്ത്ര പഠനമുണ്ട്, ദൈവശാസ്ത്ര പഠന ശാഖകളുണ്ട്. ഇംഗ്ലീഷിന് അതിൽ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്ന 10 ശാഖകളുണ്ട്. നിങ്ങൾ പഠിച്ചു കാണും, എന്നാലും പേര് മാത്രം പറഞ്ഞുകൊണ്ട് പോകുകയാണ്. ദൈവശാസ്ത്ര പഠന ശാഖകൾ, അതായത് ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ ആളത്വത്തിലും തന്റെ രൂപത്തിലും ഒക്കെ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചു കഴിഞ്ഞ മനുഷ്യനെ ജ്ഞാനം സമ്പാദിക്കുവാനായിട്ട് മനുഷ്യൻ അനേക വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. പല വിഷയങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ യുഗം, ഇപ്പൊ കമ്പ്യൂട്ടർ യുഗം പഠിക്കുമ്പോൾ തന്നെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയൊരു ശാഖ വന്നു. എല്ലാ കാര്യം അങ്ങനെ ഓരോ സമയവും ഈ പഠനശാഖകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ക്രമമായും അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചാൽ മാത്രമേ ശരിയായിട്ടത് പ്രയോജനം ലഭിക്കൂ. അതുപോലെ തന്നെ ബൈബിളിനെ സംബന്ധിച്ചും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രയോജനമായി അനേകർക്ക് ഫലം കായ്ക്കുവാൻ, സഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകുവാൻ ആയിത്തീരുകയുള്ളൂ. അല്ലാത്തൊരു വിശ്വാസി പൊത്തുവരുത്ത ക്രിസ്ത്യാനിയായിട്ട് എന്തെങ്കിലും ചെയ്ത് ഈ ലോകം വിട്ടുപോകുന്ന, എന്നാൽ ഇത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കും, അവിടെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കണം. അതുകൊണ്ട് ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടതാണ്. ബൈബിളിലെ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ 10 ശാഖകളുണ്ട്. ദൈവശാസ്ത്രത്തെ തിയോളജി എന്നാണ് പറയുന്നത്. തിയോളജി എന്ന പദം തെയോസ്, ലോഗോസ് എന്ന് 2 പദങ്ങളിൽ നിന്നുമാണ് ഇംഗ്ലീഷ് പദത്തിൽ അത് കാണുന്നത്. തെയോസ്, ലോഗോസ്, 2 ഗ്രീക്ക് പദം. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം, അതായത് തിയോളജി, ദൈവശാസ്ത്രം, ദൈവത്തെ കുറിച്ചുള്ള, ദൈവവചനത്തെ കുറിച്ചുള്ള പഠനം. അതെന്താണ് അതിലുള്ളത്? അതില് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ ദൈവാസ്തിത്വം, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവാസ്തിത്വം. രണ്ടാമത്, ദൈവിക ഗുണലക്ഷണങ്ങൾ, അട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. മൂന്നാമത്, ദൈവത്തിന്റെ ആളത്വം, പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. 3 കാര്യങ്ങളാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഒന്ന്, ദൈവാസ്തിത്വം, ദൈവമുണ്ടോ ഇല്ലയോ, എങ്ങനെയാണ്. രണ്ടാമത്, ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ അഥവാ സ്വഭാവ സവിശേഷതകൾ. ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയും, ദൈവത്തിന് മറ്റുള്ളവരെ കരുതുവാൻ, അങ്ങനെയുള്ള ഗുണലക്ഷണങ്ങൾ. അത് പകരപ്പെടുന്നതും പകരപ്പെടാനാവാത്തതുമായിട്ടുള്ള ഗുണലക്ഷണങ്ങളുണ്ട്. കൂടാതെ ദൈവത്തിന്റെ ആളത്വം. എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് ഇത് ഇച്ചിരി സ്പീഡിൽ പോകുന്നു. അന്നേരം ദൈവത്തെ കുറിച്ചുള്ള പഠനം. രണ്ടാമത്, ക്രിസ്തു ശാസ്ത്രം, കർത്താവായ യേശു ക്രിസ്തു, തൃത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രിസ്തു ശാസ്ത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വം, മനുഷ്യത്വം, ദൈവത്വം, പൗരോഹിത്യം, വീണ്ടെടുപ്പ്, വീണ്ടും വരവ് ഇത്യാദി കാര്യങ്ങളെ പഠിക്കുന്നതാണ് ക്രിസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. മൂന്നാമതൊരു ശാസ്ത്രം പരിശുദ്ധാത്മ ശാസ്ത്രം. ഇംഗ്ലീഷില് ന്യൂമ എന്നുള്ള വാക്കാണ്, ന്യൂമറ്റോളജി എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മ ശാസ്ത്രം, പരിശുദ്ധാത്മാവിന് ഗ്രീക്കിൽ ന്യൂമ, PNEUMA എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. PNEUMA. പരിശുദ്ധാത്മ ശാസ്ത്രം, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവത്തെ കുറിച്ചുള്ള പഠനമാണ്. പരിശുദ്ധാത്മാവിന്റെ ആളത്വം, കൂടാതെ പേരുകൾ, സാദൃശ്യങ്ങൾ, പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവ് വിശ്വാസികൾ എന്നിത്യാദി കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്. ഇനി നാലാമത്, വേദപുസ്തക ശാസ്ത്രം. 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തെ കുറിച്ചുള്ള പഠനമാണ് വേദപുസ്തക ശാസ്ത്രം. ബൈബിളിന്റെ ഉത്ഭവം, ബൈബിൾ എവിടെ നിന്ന് കിട്ടി, ബൈബിൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ബൈബിളിന്റെ സർവേ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങള് അഗാധത്തിൽ പഠിക്കുന്നതാണ്. പിന്നെ അടുത്ത വിഷയം, അഞ്ചാമത്, ദൂതശാസ്ത്രം, ദൂതന്മാരെ കുറിച്ചുള്ള ശാസ്ത്രം. ദൂതന്മാരാണെങ്കിൽ 2 തരത്തിലുണ്ട്.
വിശുദ്ധ ദൂതന്മാരുമുണ്ട്, സാത്താന്യ ദൂതന്മാരുമുണ്ട്. ദൂതന്മാര് വിശേഷിച്ചാൽ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെയും മനുഷ്യനെയും സേവിക്കുവാനാണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്. വിശുദ്ധ ദൂതന്മാരുണ്ട്, പാപം ചെയ്ത ദൂതന്മാരുണ്ട്. വിശുദ്ധ ദൂതന്മാർ ഇങ്ങനെ ഓരോന്നും കുറച്ച് പഠനം. അടുത്തത് നരവംശാസ്ത്രം. നരവംശാസ്ത്രം അത് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്. ആ മനുഷ്യൻ 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. 3. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഇതെല്ലാം മിക്കവാറും നിങ്ങൾ പഠിച്ചു കാണുമെന്ന് പ്രാരംഭത്തിൽ പറയുന്നതേ ഉള്ളൂ. ഇനി അടുത്ത രക്ഷാതത്വശാസ്ത്രം, രക്ഷയുടെ കാര്യങ്ങള്. രക്ഷ നഷ്ടപ്പെടുമോ? രക്ഷ എങ്ങനെ ലഭിക്കും? രക്ഷ നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും? രക്ഷയുടെ ആവശ്യം, രക്ഷയുടെ ഉദ്ദേശം, രക്ഷാമാർഗം, രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ രക്ഷാതത്വശാസ്ത്രത്തിൽ. കൂടാതെ അടുത്തത് സഭാതത്വശാസ്ത്രം, അതിവിടെ പഠിക്കുന്നുണ്ട്. എക്ലീസിയോളജി, അതായത് വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമായ സഭയെ കുറിച്ചുള്ള ഒരു പഠനമാണ് സഭാശാസ്ത്രം. വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം പഠിച്ച് 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞാല് അവിടെ നിന്ന് TC വാങ്ങിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ ഒരു സ്റ്റേജ് വരുമ്പോൾ, രക്ഷയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരവിടെ നിന്നും ആ നിന്ന കൂട്ടത്തിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ രക്ഷാശാസ്ത്രത്തില്, സഭാതത്വശാസ്ത്രത്തില് അടങ്ങിയിരിക്കുന്ന. ഒരു കൂട്ടത്തിൽ നിന്നും ഇതുവരെയുള്ളവര് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടവുമായിട്ട് അതേ സമാനമായി ആരാധിക്കുന്നവരുടെ കൂട്ടവുമായി ചേർന്ന് ജീവിക്കുക, അതിനെ കുറിച്ചുള്ള പഠനമാണ് സഭാശാസ്ത്രം. ഇനി ഭാവികാല ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ എന്റെ വിഷയം എസ്കറ്റോളജി. എസ്കറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് എൻഡ് ടൈംസ്, അവസാന നാളുകളില്. പേരൊന്ന് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചു, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന. പക്ഷെ അത് തന്നെ എസ്കറ്റോളജി അല്ലെ ഭാവികാല ശാസ്ത്രം തന്നെയാണ് നല്ലത്. പക്ഷെ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി വരുവാനുള്ള സംഭവങ്ങളെ കുറിച്ച്. എന്തൊക്കെയാണ് വരുവാനുള്ള സന്ദർഭങ്ങള്? 1 കർത്താവിന്റെ 2ാം വരവ്, 2 പീഡനകാലം, 3 രഹസ്യ പ്രത്യക്ഷത, പരസ്യ പ്രത്യക്ഷത, എതിർ ക്രിസ്തുവിന്റെ ഭരണം, കുഞ്ഞാടിന്റെ ന്യായാസനം, ക്രിസ്തുവിന്റെ ന്യായാസനം, കുഞ്ഞാടിന്റെ കല്യാണം, 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച, ഹർമഗദോൻ യുദ്ധം, തേജസ്സിന്റെ സിംഹാസനം, വെള്ള സിംഹാസനം, വലിയൊരു വെള്ള സിംഹാസനം. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തില് വലിയൊരു വെള്ള സിംഹാസനമാണ്. വലിയൊരെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ ആദാം മുതല് അവസാനം വരെയുള്ള ആൾക്കാരെല്ലാം ഈ വലിയ ഒരു സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കും. അത് വെള്ളയാണ്. വെള്ള എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണിക്കുന്ന, വിശുദ്ധിയെ കാണിക്കുന്ന. അവിടെ നിന്നുകൊണ്ട് അവിടെ ഈ കർത്താവിനെ സ്വീകരിക്കാത്തവർ മുഴുവനും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതാണ് ആ വലിയ വെള്ള സിംഹാസനത്തിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും, അത് കഴിഞ്ഞ് പുതിയ യെരൂശലേം, അത് കഴിഞ്ഞ് നിത്യത. ഞാനും കർത്താവും മുഖാമുഖമിരുന്ന് ദൈവത്തെ കാണുവാൻ, ആരാധിക്കുവാൻ ഇന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കൂടാരമാകുന്ന ഭൗമഭവനം ഒഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ല് എന്നെ കർത്താവ് മഹത്വ പ്രത്യക്ഷത വരുമ്പോൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞ് കർത്താവിനോടൊപ്പമായിരിക്കും. അവിടെ ആ സ്ഥലം മുഴുവനും ദൈവാലയമായിരിക്കും. കൂടാതെ നരകയാതന, നിത്യത, ഇതെല്ലാം ഉള്ളപ്പോൾ ഇത് കൂടാതെ 2 ശാസ്ത്രം കൂടെ ഉണ്ട്. 10 ശാസ്ത്രത്തിന് പുറമെ പല ശാസ്ത്രങ്ങളുണ്ടെങ്കിലും പൊതുവെ 2 ശാസ്ത്രമുണ്ട്. ഒന്ന് ഭൂതശാസ്ത്രം, ഭൂതങ്ങളെ കുറിച്ചുള്ള പഠനം. അതിന് ഡെമനോളജി എന്ന് പറയും. ഭൂതശാസ്ത്രം അതും അടിസ്ഥാന ഉപദേശത്തിലുണ്ട് എങ്കിലും സാത്താനെ കുറിച്ചുള്ള പഠനമാണ്. തിരുവചന അടിസ്ഥാന ഉപദേശത്തിൽ ദൈവശാസ്ത്ര പഠനത്തോടുള്ള ബന്ധത്തിൽ 10 ശാഖകൾക്ക് പുറമെ ദൈവിക കാര്യപരിപാടികളെ എതിർക്കുന്ന സാത്താനെയും
കുറിച്ചുള്ള പഠനമുണ്ട്. ദൈവത്തെയും ദൈവവും സാത്താനും അവന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. ഭാവികാല ശാസ്ത്രം. ഭാവികാല ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ഗ്രീക്കിൽ എക്സറ്റോസ്, ESCHATOS, അതിനെ ശരിക്കുമുള്ള അർത്ഥം ഭാവികാല സംഭവങ്ങൾ. ഭാവികാല സംഭവങ്ങൾ നാം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, തുടർന്ന് ഇനി എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതെല്ലാമാണ് ഈ എസ്കറ്റോളജി, ഭാവികാല ശാസ്ത്രം. സ്റ്റഡി ഓഫ് ലാസ്റ്റ് തിങ്സ്, അവസാന നാളുകളിലെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ ഭാവികാല ശാസ്ത്രം. ഇന്ന് എനിക്ക് 6 ചാപ്റ്റർ തീർത്താലേ 22 ചാപ്റ്റർ പോകാനൊക്കെ 6 ചാപ്റ്റർ ഒന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലാസ്റ്റ് തിങ്സ്, അവസാന നാളുകളിലെ സംഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭാവികാല ശാസ്ത്രം. അതായത് യേശുക്രിസ്തുവിന്റെ 2ാം വരവ്, രഹസ്യ പ്രത്യക്ഷത, പരസ്യ പ്രത്യക്ഷത, സഭയുടെ പ്രത്യാശ. സഭയുടെ പ്രത്യാശ എന്താണ്? എന്റെ കർത്താവ് വാനമേഘങ്ങളിൽ വരും, ഞാനും കർത്താവിനോടൊപ്പം ആയിരിക്കും. ഇപ്പോൾ ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു, ഞാൻ രാജാവായിട്ടില്ല, എന്നാൽ 1000 ആണ്ട് വാഴ്ചയാകുമ്പോൾ ഞാൻ രാജാവാകും, കർത്താവ് എനിക്കൊരു ഇവിടെ സ്ഥലം തരും എന്നുള്ള ആ പഠനം സഹസ്രാബ്ദ വാഴ്ചയിൽ രാജാവായി തീരുവാൻ ഇടയാകും. ഇപ്പോഴും രാജകീയ പുരോഹിത വർഗമാണ്, പൗരോഹിത്യ ശുശ്രൂഷ നാം ചെയ്യുന്നുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ഭരണം, ക്രിസ്തുവിന്റെ ന്യായാസനം, കുഞ്ഞാടിന്റെ കല്യാണം. അപ്പോൾ തന്നെ അവിടെ വേറൊന്നുണ്ട്, മഹാദൈവത്തിന്റെ അത്താഴം. കുഞ്ഞാടിന്റെ കല്യാണം വിശ്വാസികൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതും ഏറ്റവും ആനന്ദവും നൽകുമ്പോൾ, മഹാദൈവത്തിന്റെ അത്താഴം എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളായവരെ 21 ന്യായവിധി ഭൂമിയിൽ നടന്നപ്പോൾ എന്റെ കർത്താവെ രക്ഷിക്കണമെന്ന് വിളിക്കാതെ അവര് തോന്നിയതുപോലെ നടന്ന ഒരു കൂട്ടരുണ്ട്. അവര് യുദ്ധത്തിന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ ദൂതൻ വിളിച്ചു കഴിഞ്ഞ ആകാശത്തിലെ പറവകളെ വരുവേൻ, മഹാദൈവത്തിന്റെ അത്താഴം ഭക്ഷിപ്പാൻ വരുവേൻ. അന്ന് ശവം തിന്നി പക്ഷികളെല്ലാം കൂടി അവിടെ അവർക്ക് വലിയൊരു അത്താഴമായിരിക്കും. കുഞ്ഞാടിന്റെ കല്യാണ സദ്യ ഏറ്റവും അനുഗ്രഹമായിരിക്കുമ്പോൾ മഹാദൈവത്തിന്റെ അത്താഴം, അത് ഞാൻ വിശദമായിട്ട് അവസാനത്തെ ക്ലാസ്സിൽ പറയുന്നതാണ്. ഭാവികാല ശാസ്ത്ര പഠനം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എന്നീ ത്രികാല സംഭവങ്ങളുടെ ചിത്രീകരണം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്കുകളോടുകൂടിയാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. എന്നാൽ 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം അവിടെ പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും. വീണ്ടും അവിടെ 22-21 പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. അവിടെ ക്ലോസ് ചെയ്യുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ദൈവകൃപയാൽ നമ്മളെ വിശ്വസിച്ചവരെ ദൈവകൃപയാൽ ദൈവം പൊതിയുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ ത്രികാല സംഭവങ്ങളെയാണ് വിശദീകരിക്കുന്നത്. വാഴ്ചയ്ക്ക് 7 യുഗങ്ങളുണ്ട്. ആദാമ്യ സൃഷ്ടി മുതൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരെ അവിടെ 7 യുഗങ്ങൾ കാണുന്നുണ്ട്. അതും നിങ്ങൾ പഠിച്ചു കാണുമെന്ന് പ്രത്യേകിച്ച് ഓർക്കുന്നു. നിഷ്പാപയുഗം, 1-ാമത്തെ നിഷ്പാപയുഗം, അതായത് ഏജ് ഓഫ് ഇന്നസെൻസ് ഓർ മാൻ ഇന്നസെന്റ്. അവിടുത്തെ മനുഷ്യൻ ദൈവത്തോടൊപ്പം ഏദനിൽ വസിച്ച കാലം.
രണ്ടാമത് മനസാക്ഷി യുഗം. അത് ഏദനിൽ നിന്ന് പുറത്താക്കിയത് മുതൽ നോഹയുടെ കാലത്തെ സംഭവം വരെ, നോഹയുടെ കാലം വരെയുള്ളതാണ്. ഇനി മൂന്നാമത് മാനുഷിക ഭരണയുഗം. നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് ശേഷം വിശ്വാസവീരനായ അബ്രഹാമിന്റെ വിളി വരെയുള്ള കാലഘട്ടത്തെയാണ് മാനുഷിക ഭരണ യുഗം. അത് കഴിഞ്ഞ് നാലാമത് വരുമ്പോൾ വാഗ്ദത്ത യുഗം വരുന്നു. ഗോത്രപിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, കൽദേയരുടെ രാജ്യ സ്ഥലത്ത് നിന്നും, അവിടെ ഊര് പട്ടണത്തിൽ നിന്നും വിടുവിച്ചു. ഒരു വിശ്വാസ നാടെ നോക്കിക്കൊണ്ട് അബ്രഹാം പോകുന്നു. അതാണ് വാഗ്ദത്ത യുഗം. അത് കഴിഞ്ഞ് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു ദൈവം. അത് കഴിഞ്ഞ് ന്യായപ്രമാണ യുഗമാണ്. ഏജ് ഓഫ് ലോ, അല്ലെ മാൻ അണ്ടർ ലോ, ന്യായപ്രമാണ യുഗം. അതായത് സീനായ് പർവ്വതത്തിൽ വെച്ച് 10 കൽപ്പനകൾ അടങ്ങിയ ന്യായപ്രമാണം മോശയിലൂടെ ദൈവം നൽകി. അത് സഭയുടെ മുതൽ സഭയുടെ ആരംഭം കുറിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ന്യായപ്രമാണ യുഗം. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നത് വരെയുള്ള, മരിച്ചു കഴിയുമ്പോൾ അത് അടുത്ത യുഗത്തിലേക്ക് കയറുന്ന കൃപായുഗം. ഇന്ന് കൃപയുടെ യുഗമാണ്, ഗ്രേസ് ഏജ് ആണ്. കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന്, പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിലേക്ക് വന്ന് അവിടെ ആ കൃപായുഗം ആരംഭിക്കുന്നു. കൃപയാൽ രക്ഷിക്കപ്പെടണം എന്നാണ് കൃപായുഗത്തിലെ ആകസത്ത്. പുതിയ നിയമസഭയുടെ കാലമായതിനാൽ ഇതിനെ സഭായുഗം എന്നും പറയുന്നു. കൃപായുഗം എന്ന് പറയും, സഭായുഗം, പുതിയ നിയമ കാലഘട്ടത്തെ. പിന്നെ വേറൊരു പേര് കൂടിയുണ്ട്, പരിശുദ്ധാത്മയുഗം. പരിശുദ്ധാത്മയുഗം, കൃപായുഗം, സഭായുഗവും ഒക്കെ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന്. ഇനി ഏഴാമത് സഹസ്രാബ്ദ യുഗം. ബൈബിളിൽ 7 യുഗങ്ങളിൽ അവസാനത്തേതാണ് സഹസ്രാബ്ദ യുഗം. അതായത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയായ 2ാം വരവിൽ 1000 ആണ്ട് വിശുദ്ധന്മാരോടുമൊത്ത് ഉള്ളതാണ്. 1000 മില്ലനിയം എന്നാണ് പറയുന്നത്. മില്ലെ എന്ന് പറഞ്ഞാൽ 1000, ആനം എന്ന് പറഞ്ഞാൽ വർഷം. 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ച, മില്ലിനിയം റൈൻ. സഹസ്രാബ്ദ വാഴ്ചയെ തുടർന്ന് നിത്യത ആരംഭിക്കുന്നു, എറ്റേണൽ ഡ്വെല്ലിംഗ്. അവിടെ നിത്യവാസം. വാഴ്ചയുടെ 7 യുഗങ്ങൾ കഴിഞ്ഞ് 2 യുഗം. ഈ മനസ്സില് എനിക്ക് ആ 2 പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ഭൂതശാസ്ത്രം ഒരു ശാഖ കൂടെയാണ്, അഡീഷണല്. ഇവിടെയാണ് 2 യുഗം വരുന്നത്. 7 യുഗങ്ങളോടുകൂടി 2 യുഗങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ന്യായവിധി യുഗം, 2 നിത്യത യുഗം. വാഴ്ചയുടെ 7 യുഗങ്ങൾക്ക് പുറമെ 2 യുഗങ്ങളെ കുറിച്ച് വേദപണ്ഡിതാക്കൾ അവിടെ രേഖപ്പെടുത്തുന്നു. ഒന്ന് ന്യായവിധി യുഗം, കൃപായുഗത്തിന്റെ അവസാനം. അത് കഴിഞ്ഞിട്ട് ന്യായവിധി യുഗം ആരംഭിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ 21 ന്യായവിധികൾ ഇവിടെ വരുന്നുണ്ട് ആ കാലത്ത്. പിന്നെ നിത്യതയുടെ യുഗം, സകല ദൈവിക പരിപാടികളുടെയും അവസാന സമാപ്തി കുറിച്ചുകൊണ്ടാണ് നിത്യത യുഗം. നിത്യത അവസാനിക്കാത്തതാണ്. കർത്താവ് നാമം എന്നും എന്നേക്കും വാഴും. ഇനി അടുത്ത സബ്ജക്ട് 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. 1, 2 എളുപ്പം പറഞ്ഞു. 3ാമത്തെ മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതം, ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണാനന്തര ജീവിതം. മരണം ജീവിതത്തിന്റെ സമാപ്തിയല്ല, എന്നാൽ മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. നാം പറയും മരിച്ചുപോയി, തിരുവനന്തപുരത്ത് പോയി, മരിച്ചുപോയി, ഏതോ ഒരു സ്ഥലത്ത് പോയി. തിരുവനന്തപുരത്ത് പോയതുപോലെ ഒരു സ്ഥലത്ത് നാം പോയി. മരണം ഒരു അവസാനമല്ല, അത് കഴിഞ്ഞ് പോയിരിക്കുക പുതിയൊരു സ്ഥലത്തേക്ക്. വിശ്വാസികളും അവിശ്വാസികളും മരിക്കുന്നു, എന്നാൽ മരണശേഷം സകലരും നിത്യവാസത്തിലേക്ക് പ്രവേശിക്കും. സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്.
മരണത്തിൽ ശരീരം മണ്ണിലേക്കും ആത്മാവ് ദൈവസന്നിധിയിലേക്കും ചെല്ലുവാനിടയാണ്. ദൈവമക്കളുടെ മരണം പറുദീസ അല്ലെങ്കിൽ ദൈവ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. അവിശ്വാസികളുടെ മരണം നിത്യശിക്ഷയ്ക്കുള്ള പ്രവേശനമാണ്. മരണം എല്ലാവർക്കും ഉള്ളത് ഒന്ന് സന്തോഷത്തിന്റെയും ഒന്ന് കരച്ചിലിന്റെയും അനുഭവമാണ്. വിശ്വാസികൾ എങ്ങനെ മരിക്കുന്നു? ക്രിസ്തുവിൽ മരിക്കുന്നു. പാപത്തിൽ ജനിച്ചു, എന്നാൽ യേശു ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ ക്രിസ്തുവിൽ ജനിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്നു. അതാണ് ഏറ്റവും നല്ല ഒരു മരണം എന്ന് പറയുന്നത്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 21-23 വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സംസ്കാര ശുശ്രൂഷകളിൽ ചെല്ലുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമം. ഇനി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാൻ 8:24 പാപത്തിലാണ് മറ്റുള്ളവർ മരിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കർത്താവിനെ അറിയേണ്ടുന്നവണ്ണം അറിഞ്ഞ് അനുഭവിച്ചില്ല എങ്കിൽ നിത്യനരകത്തിലേക്ക് പോകും. വിശ്വാസികളും അവിശ്വാസികളും മരിക്കുമ്പോൾ, വിശ്വാസികൾ പാപത്തിൽ ജനിച്ചു എങ്കിലും രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ മരിക്കുന്നവരുമാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ച്, അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നവരാണ്. രണ്ട് മരണങ്ങളാണുള്ളത്. കർത്താവിൽ മരിക്കുന്നവർ എക്കാലവും ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് ഒരു വിലയേറിയ അനുഭവമാണ്. അത് ലാഭമാണ്, അത്യുത്തമമാണ്. സങ്കീർത്തനം 116:15 പറയുന്നത്, സങ്കീർത്തനം 116:15 തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 21-23 മുമ്പേ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണ്? രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും ആത്മാക്കൾ എവിടെയാണ്? രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവ് ദേഹിയോടൊപ്പം ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു. അവരുടെ ശരീരം കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. അതിലെ ഓരോ പോയിന്റും അവരെ രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ഇനി രക്ഷിക്കപ്പെടാത്തവരുടെ മരണം, ആത്മാവ് ദേഹിയോടുകൂടെ യാതനാസ്ഥലത്തെത്തി നിത്യനരകത്തിന് പോകുവാനായിട്ട് ന്യായവിധിക്കായിട്ട്. ഏതാ ന്യായവിധി? വെള്ള സിംഹാസനം. ചെറിയ ശിക്ഷ കൂടെ ചെയ്യുമ്പോൾ ഇവിടെ സബ് ജയിലിൽ കൊണ്ടുപോയിടും. അത് കഴിഞ്ഞിട്ട്
ന്യായാധിപൻ ശിക്ഷ വിധിക്കും. സെൻട്രൽ ജയിലിൽ വെള്ള സിംഹാസനം, വലിയൊരു വെള്ള സിംഹാസനത്തിലേക്കാണ് ഈ ലോകത്തെ മുഴുവനും ആൾക്കാര് അവിടെ നിൽക്കും. അവരുടെ ശരീരം ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ആ വെള്ള സിംഹാസനത്തിന് മുമ്പാകെ ന്യായം വിധിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇന്ന് സ്നാനപ്പെടുവാനും ഒക്കെ ആണെങ്കിൽ വളരെ പ്രയാസമാണ്. എന്നാൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സ്നാനപ്പെടാൻ നിഷേധിക്കുന്നവരെ അന്ന് തീയിലേക്ക് ബലമായിട്ട് മുക്കിയെടുക്കുകയാണ്. മുക്കിയെടുക്കുന്നില്ല, അതിലേക്ക് കിടക്കുക. മറ്റത് ജീവിച്ചെഴുതുക. ഡെത്ത് ബറിയൽ റിസറക്ഷൻ എന്നാണ് സ്നാനത്തെ കുറിച്ച് പറയുന്നത്. 3 കാര്യങ്ങൾ. അത് ജീവിച്ചെഴുന്നേൽക്കുന്നില്ല, അതോടുകൂടി അവിടെ ബലമായിട്ട് തീയിലേക്ക് തള്ളിയിടുകയാണ്. മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ദേഹം, ദേഹി, ആത്മാവ്, ദേഹത്തിൽ നിന്നും ദേഹിയും ആത്മാവും പിരിയുമ്പോൾ മരണം സംഭവിക്കുന്നു. ശരീരം ഇവിടെ വിടരുന്നു. ഞാൻ ആകാശത്തു കൂടി പോകുമ്പോൾ, പ്ലെയിൻ ക്രാഷ് ചെയ്യുമ്പോൾ ചാമ്പലായിട്ട് തീർന്ന് സമുദ്രത്തിലേക്ക് വീഴും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഭൂമി ഏൽപ്പിച്ചു കൊടുത്തു. ആ ഒരു നാള് വരുവാൻ പോകുന്നു. അന്നേരവും കൊരിന്ത്യർക്കുള്ള സംശയമുണ്ട്. ഈ ശരീരം കൊണ്ട് മണ്ണില് സംസ്കരിച്ച ശേഷം അവിടെ ഒരു സസ്യം വളരുന്നു, അതിൽ നിന്നും ലവണങ്ങൾ വലിച്ചെടുത്തു. അന്നേരം അവർക്കുള്ള ചോദ്യം, എങ്ങനെ ഈ ശരീരം രൂപാന്തരം പ്രാപിക്കും? ഇത് അനേക മൃഗങ്ങൾ കഴിച്ചു, മനുഷ്യര് ഫലം കഴിച്ചു, പിന്നെങ്ങനെ? ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എന്നോട് ചർച്ചിലുള്ള ഹിന്ദു സഹോദരിമാര് വന്ന് ചോദിക്കും, ഞങ്ങൾ മരിച്ചാല് ഞങ്ങളുടെ വീട്ടുകാര് അവിടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മാറ്റിത്തരാൻ എന്തോ വേണം, ഞാൻ ഏതെങ്കിലും അതിന് എഴുതിത്തരണം. ഞാൻ അവരോട് പറയുന്നത്, നമ്മളെല്ലാവരും കൊറോണ കാലത്ത് എങ്ങനെയായിരുന്നു? കോവിഡ് കാലത്ത് തീ കത്തിച്ച് കളയല്ലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അന്ത്യകാഹളത്തിന് മുമ്പിൽ അവിടെ വലിയ ഒരു രൂപാന്തരം പ്രാപിക്കുവാൻ ഇടയാകും. മരിച്ചവരുടെ ആത്മാക്കൾ എവിടെ? മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിൽ മനുഷ്യന്റെ ആത്മാവ് എവിടെയാണ്? തിരുവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണശേഷം ദേഹം മണ്ണിൽ സംസ്കരിക്കുന്നു, ദേഹം ദ്രവത്വം പ്രാപിക്കുന്നു, ആത്മാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നു. അതാണ് സഭാപ്രസംഗി 12:7 പറയുന്നത്, പൊടി കൊണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോരും എന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. ദൈവസന്നിധിയിൽ മടങ്ങിപ്പോകുന്ന ആത്മാവ് 2 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അവിശ്വാസികൾ മരിക്കുമ്പോൾ സകല അവിശ്വാസികളുടെയും ആത്മാവ് പാതാളത്തിലെ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു. ലൂക്കോസ് സുവിശേഷം 16:23 ലൂക്കോസിന്റെ സുവിശേഷം 16:23 ധനവാനും ലാസറിന്റെയും അതിൽ നോക്കിയാൽ ഈ കാര്യം മനസ്സിലാകും. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അപ്പോൾ വിശ്വാസികളുടെ അവസ്ഥ എവിടെ കാണുന്നു? ദൈവമക്കളുടെ ആത്മാവ് അബ്രഹാമിന്റെ മടി അഥവാ പർദീസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. ലൂക്കോസ് 16:22 അതും അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ധനവാൻ മരിച്ചപ്പോൾ
യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഭൂമിയിൽ വെച്ച് ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിക്കാത്ത ധനവാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അനേക അപേക്ഷകൾ പ്രാർത്ഥന നടക്കുന്നു. പറ്റില്ല, ഇനി പറ്റില്ല, ഇടയ്ക്കൊരു പിളർപ്പുണ്ട്, മധ്യപാതാളമുണ്ട്, അവിടെ അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുകയില്ല എന്നാണ് അവിടെ അതിൽ നിന്നും വിശ്വാസികളും അവിശ്വാസികളും. പാതാളം എന്ന് കേൾക്കുമ്പോൾ നരകം എന്നാണ് നാം പൊതുവെ ചിന്തിക്കുന്നത്. പാതാളവും നരകവും ഒന്നല്ല, അത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ്. പാതാളം എന്ന് പറയുന്ന പൊതുവെ പറയുന്നത് അത് ടെമ്പററി ലിവിങ്, അവിടെ അതൊരു താൽക്കാലിക സംവിധാനമാണ് ഈ പാതാളം എന്ന് പറയുന്നത്. നരകം എന്ന് പറയുന്നത് എറ്റേണൽ നിത്യമായിട്ടുള്ള ഒരു വാസസ്ഥലമാണ്. പാതാളം താൽക്കാലിക സ്ഥലം, നരകം എന്നേക്കുമുള്ള സ്ഥലം. നരകം അഥവാ തീപ്പൊയ്ക വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷമാണ്, ഫൈനൽ ജഡ്ജ് അന്ത്യ ന്യായവിധിക്ക് ശേഷമാണ് അവിടെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷമാണ്. അതെപ്പോഴാണ് നടക്കുന്നത്? സഭ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞ ശേഷം 1007 വർഷം കഴിഞ്ഞാണ് വെള്ളസിംഹാസനം വരുന്നത്. 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ച പ്ലസ് 7 വർഷം പീഡനകാലം, 1007 വർഷം കഴിഞ്ഞ് അവിടെ വലിയ വെള്ളസിംഹാസനം അവിടെ ഉണ്ടാകും. സകലരും, മറുതലിച്ച സകലരും, രക്ഷിക്കപ്പെടാത്ത സകലരും ആ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ അവിടെ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. യേശു തന്നെ കർത്താവെന്ന് ഉറക്കെ വിളിച്ച് പറയേണ്ടി വരും. ഫിലിപ്പ് ലേഖനം പറയുന്നുണ്ട് അവിടെ ആ ഒരു കാഴ്ച. പിന്നെ പാതാളത്തിന്, നരകം അഥവാ തീപ്പൊയ്ക വെള്ളസിംഹാസനത്തോടുള്ള ബന്ധത്തിലാണ്. പാതാളത്തിന് പൊതുവെ വേദപണ്ഡിതാക്കള് 3 ഭാഗങ്ങളുണ്ടെന്നാണ് വിശേഷാൽ ഈ ധനവാനും ലാസറിന്റെയും കർത്താവ് പറഞ്ഞ അതിലൂടെ നമുക്ക് വെളിപ്പെടുന്ന 3 സ്ഥലമുണ്ട്. പാതാളത്തിന് 3 ഭാഗമുണ്ട്. പാതാളം എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം, നരകമല്ല പാതാളം. പാതാളത്തിന് 3 തട്ടുകൾ ഉണ്ടെന്ന് പറയുന്നതില് അതിൽ ഏറ്റവും മുകളിലുള്ളത് മുകളില്, പിന്നെ ഇടയ്ക്കുള്ളത്, ഏറ്റവും അവസാനം, ഇങ്ങനെ 3. അന്നേരം ആദ്യം അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് ആദ്യം, ഏറ്റവും താഴെ പാതാളമല്ലെ നരകത്തിന്റെ സബ് ജയിൽ പോലെ താൽക്കാലികമായിട്ടുള്ള ആ നരകമാണ്. മറ്റേ വെള്ളസിംഹാസനത്തിലെ വിധിക്ക് ശേഷം ഇടുന്ന സ്ഥലമല്ല, താൽക്കാലിക വാസസ്ഥലം. അന്നേരം ദുഷ്ടന്മാർ ഏറ്റവും താഴെയുള്ള പാതാളത്തിന്റെ, അതുകൊണ്ടാണ് അവിടെ ധനവാൻ മേലോട്ട് നോക്കി അബ്രഹാം പിതാവേ എന്ന് വിളിക്കുന്ന കാഴ്ച കാണുന്നത്. ദൈവം പറയുന്നുണ്ട് ഇങ്ങോട്ട് വരുവാനൊക്കെ ഇല്ല, അവിടെ ഒരു പിളർപ്പുണ്ട്. അന്നേരം ആദ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനൊക്കെ. പാതാളം നരകമല്ല, എന്നാൽ പാതാളത്തിന്റെ അടിത്തട്ട് നരകമാണ്. ഇനി അബ്രഹാമിന്റെ മടി 1, 2 മധ്യപാതാളം, 3 അധമപാതാളം. ഇങ്ങനെയാണ് 3 തട്ട്. അബ്രഹാമിന്റെ മടി പാരഡൈസ്, അബ്രഹാമിന്റെ മടി സ്വർഗതുല്യം. 2ാമത് മധ്യപാതാളം, അവിടെ ഒരു പിളർപ്പുണ്ടെന്ന് പറഞ്ഞത് ആ ധനവാനും ലാസറിന്റെയും പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഒരു വലിയ പിളർപ്പ്. അതാണ് 3ാമത് അധമപാതാളം. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം വിശ്രമിക്കുന്ന മരണശേഷം ഇവിടെ മുകളിലത്തെ പാതാളത്തില് ആയിരുന്നു എല്ലാവരും വിശ്വാസികളായി ദൈവത്തെ അറിയും. ക്രിസ്തുവിന്റെ മരണം വരെയുള്ള, മരിച്ചു കഴിയുമ്പോൾ അതൊരു സ്ഥാനചലനം വരുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് വാക്ക് പറഞ്ഞ ദൈവം അവിടെ നിന്ന് കുറച്ചുപേരെ താഴെയിൽ നിന്നും മേലോട്ട് കൊണ്ടുപോയതായിട്ട് തിരുവചനത്തിൽ കാണുന്നു. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം മേളിലത്തെ തട്ടില് ആ പർദീസയിലാണ് താമസം. മരണശേഷം അവരിവിടെ എത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 35-ാം വാക്യം,
ഉൽപ്പത്തി പുസ്തകം 37-35 യാക്കോബ് യോസേഫിനെ ചൊല്ലി വിലപിച്ചപ്പോൾ പറയുന്നത്, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിലിറങ്ങും. പാതാളം എന്ന് പറയുന്നത് നരകത്തിലേക്ക് ഇറങ്ങുമെന്നല്ല, അവിടെ പർദീസയിലേക്ക് പോകുകയാണ്. 37-35 ഉൽപ്പത്തി. പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിലല്ല, പാരഡൈസ്, അവിടെ പർദീസ ആദ്യത്തെ. ഇനി ഇയ്യോബ് 17-13. ഇയ്യോബ് 17-13. ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ദൈവം സാക്ഷ്യം പറഞ്ഞ ദൈവദാസനായ യോബിന് പറയാ, യോബ് തെറ്റിപ്പോ നരകത്തിൽ പോയില്ല. യോബ് പറയുകയാണ്, ഞാനോ വീടായി പ്രതീക്ഷിച്ചു. നിത്യവാസത്തിനായിട്ട് അവിടെ ദൈവ പർദീസ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്തിനും അതിന് താഴെ ഒരു സ്ഥലമുണ്ട്, അത് മധ്യപാതാളം അല്ലെങ്കിൽ മധ്യയുള്ള പിളർപ്പ്. അത് നമുക്കതിന്റെ ക്ലൂ ലഭിക്കുന്നത് ധനവാനും ലാസറിന്റെയും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ പറ്റുകയില്ല, വലിയൊരു പിളർപ്പുണ്ട് എന്ന് പറയുന്നത്. മേൽത്തട്ടില് പാരഡൈ പർദീസയും താഴെത്തട്ട് അവിശ്വാസികൾക്കുള്ളതും. ഇത് മധ്യപാതാളം എന്ന് അറിയുന്നു. ഇവിടെ നിന്നും താഴോട്ടും മുകളിലോട്ടും പോകുവാൻ ലൂക്കോസ് 16-26. ലൂക്ക് 16. അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഇല്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ഭൂമിയിൽ വെച്ച്. ലൂക്കോസ് 16-26 ആണ് വായിച്ചത്. ഇവിടെ നിന്നും താഴോട്ടും മുകളിലേക്കും പോകുവാൻ സാധിക്കാത്ത വലിയൊരു പിളർപ്പാണുള്ളത് എന്ന് അവിടെ. പാതാളത്തിന്റെ ഇനിയും പാതാളത്തിന്റെ ഏറ്റവും അടിത്തട്ട് അഥവാ അധമ പാതാളം ലൂക്കോസ് 16-23 അതേ കുറിച്ച് കാണുന്നു. ലൂക്കോസ് 16-23. അതിന് പാതാളം, അത് അന്നേരം മൂന്നാമത്തെ തട്ടിലാണ്. ഒന്നാമത്തെ തട്ടില് അബ്രഹാമിന്റെ മടി, അത് മധ്യ ഒരു പിളർപ്പ് കാണുന്നുണ്ട്. ഏറ്റവും അടിയില് അവിശ്വാസികള്, ദുഷ്ടന്മാര്. ലാസറിനെ ആരും അടക്കിയതായിട്ട് പറയുന്നില്ല. മറ്റേയാളെ മാർബിൾ പാലമൊക്കെ ഇട്ട് വളരെ ഇതായിട്ട്, പക്ഷെ ചെന്ന് വീണത് നരകക്കുഴിയിലെ ഏറ്റവും വലിയ കുഴിയില്, സബ് ജയിലിലേക്കാണ്. പിന്നെ വെള്ളസിംഹാസനത്തിന്റെ അവിടം വരെ അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും, അവിടെ കിടന്ന് അയ്യം വിളിക്കേണ്ടി വരും. അന്നേരം 86-ാം സങ്കീർത്തനം 13-ാം വാക്യം. 86:13 86-ാം സങ്കീർത്തനം 13-ാം വാക്യം. ദാവീദ് ഈ സ്ഥലത്തെ കുറിച്ച് പറയുന്നത്, നീ എന്റെ പ്രാണനെ ഏറ്റവും അടിത്തട്ട്, ഏറ്റവും കുഴിയ്, നരകത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്ന ദാവീദ് പറയുന്നുണ്ട്. ഇനി സങ്കീർത്തനം 9:17. സങ്കീർത്തനം 9:17. ദുഷ്ടന്മാരും അവര് പാതാളത്തിലേക്ക് തിരിയുമെന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും അടിത്തട്ടിൽ ആരാ പോകുന്നത്? ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. അധമപാതാളം, ഏറ്റവും താഴെയുള്ള പാതാളം. ഇവിടെ ആരൊക്കെ കാണും? ലോകാരംഭം മുതൽ അവിശ്വാസികളായി ജീവിച്ച് മരിച്ച സകലരും കിടന്ന് നിലവിളിക്കുകയാണ്. കാൽവരിയിൽ ക്രൂശീകരണ വേളയിൽ 2 കള്ളന്മാരിൽ ഒരാൾ കർത്താവിനെ ദുഷിച്ചപ്പോൾ മറ്റേ കള്ളൻ കർത്താവിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. ക്രിസ്തുവേ, രാജത്വം പ്രാപിച്ചു മുടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഉൾക്കാഴ്ച ലഭിച്ചു, അനുഭവിപ്പാൻ ഇടയായി. അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പോയില്ല, ഒരിടത്തും പോയില്ല,
ഒരിടത്തും പഠിക്കാൻ പോയില്ല. പക്ഷേ അവിശ്വാസം രക്ഷയുടെ അനുഭവം ലഭിപ്പാനിടയായി. ലൂക്കോസ് 23:42-43. ലൂക്കോസ് 23:42-43. പിന്നെ അവൻ യേശുവേ, രാജത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറയും. യേശു അവനോട് ഇന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. വാക്ക് പറഞ്ഞവൻ, വാക്ക് മാറാത്ത ദൈവം, നമ്മളെ ആദരിക്കുന്ന ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. കർത്താവിന്റെ പ്രഖ്യാപനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നത് മരണശേഷം താൻ പർദീസയിലേക്ക് പോകുമെന്നാണ് ഇവിടെ കള്ളന്റെ പ്രത്യാശ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പർദീസ സ്വർഗീയ പർദീസ അല്ല, ഇത് അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. കർത്താവിന്റെ മരണശേഷമാണ് ന്യായപ്രമാണ യുഗം മാറി കൃപായുഗത്തിലേക്ക് വരുന്ന ഒരു ചേഞ്ച്, ഒരു വലിയൊരു മാറ്റം വരുന്നത് അവിടെയാണ്. കർത്താവ് 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ പാതാളത്തിലെ പർദീസയിൽ മേൽത്തട്ടിലുള്ള ഇവരെയും സ്വർഗീയ പർദീസയിലേക്ക് കൊണ്ടുപോയി. ഏദൻ തോട്ടം പർദീസയുടെ നിഴലായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദാമും ഹവ്വയും വസിച്ചിരുന്നത് ആ ഭൂമി ഒരു പർദീസയായിരുന്നു. ഏദൻ തോട്ടം പർദീസ ആനന്ദത്തിന്റെ സ്ഥലമാണ്. ദൈവവും മനുഷ്യനും ഒരുമിച്ച് താമസിച്ച സ്ഥലമായിരുന്നു. പാപം ചെയ്തപ്പോൾ ഏദൻ പർദീസ അവർക്ക് നഷ്ടപ്പെട്ടു. അവരെ അവിടെ നിന്നും പുറത്താക്കുവാൻ ചെയ്തു. സൂത്രശാലിയായ വഞ്ചകനായ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നു. അവിടെ ചതിക്കുഴിയിൽ അവരെ ആക്കി. അവിടെ വരെ ദൈവം പറഞ്ഞത് സകലതും സൃഷ്ടിച്ചിട്ട് വാഴുക, ഇതിന്മേൽ വാഴുക എന്ന് പറഞ്ഞ് രാജാക്കന്മാരെ പോലെ ആക്കിയത്. ആ ഭൂമിയുടെ പ്രമാണം മുഴുവനും അവരുടെ കയ്യിലായിരുന്നു. എന്നാൽ ഈ ഭൂമിയുടെ ഡോക്യുമെന്റ്, സെയിൽ ഡീഡ്, ഈ ഭൂമിയുടെ മുഴുവനും ആധാരം ഏദൻ തോട്ടത്തിൽ സാത്താൻ പിടിച്ചു പറിച്ചു. എന്നാൽ ആ ഡീഡ് തിരിച്ചു വായിക്കാൻ, ആ പ്രമാണം തിരിച്ചു വാങ്ങിക്കുവാൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും ആരുണ്ട്? ഏതാണ് പുസ്തകം? ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ഭൂമിയുടെ ആധാരം. അത് മനുഷ്യന് കൊടുക്കുവാനായിട്ട് യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ കർത്താവായ യേശു ക്രിസ്തു ആ പുസ്തകം. യോഹന്നാൻ അവിടെ എല്ലാം നോക്കി, ചരിത്രത്തിലുള്ള അനേകരെ നോക്കി, രാജാക്കന്മാരെ നോക്കി അവസാനം കരയുന്നു. കരയേണ്ട, യോഗ്യനായ ഒരാളുണ്ട്. സ്വർഗീയ പർദീസിലേക്ക് പ്രവേശനം ലഭിപ്പാൻ കർത്താവിന്റെ കാൽവറി ക്രൂശിലെ മരണം ഇടയായി. മനുഷ്യന്റെ പാപം മൂലം പർദീസ നഷ്ടപ്പെട്ടുവെങ്കിലും കരുണാസമ്പന്നനായ ദൈവം സ്വർഗീയ പർദീസ ലഭിക്കുവാൻ യേശു ക്രിസ്തുവിലൂടെ രക്ഷാഭാഗ്യം ഒരുക്കി. തന്റെ ഏകജാതനായ പുത്രന് 3:16 പറയുന്നത്, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, അത്രമാത്രം എന്നെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു, മരണം നീങ്ങിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടത്തിന് ഒരേ ഒരു വാതിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എവിടെയാ വാതില്? ഏദൻ തോട്ടത്തിന് ഒരേ ഒരു വാതിൽ. അതെവിടെയാണ്? കിഴക്ക്. ഏദൻ തോട്ടം അടച്ച തോട്ടമാണ്. സഭ കെട്ടിയടച്ച തോട്ടമാണ്. സമാഗമന കൂടാരവും അതുപോലെ ഒരേ ഒരു വാതിൽ. ഒരു വാതിൽ കർത്താവായ യേശു ക്രിസ്തു മൂലമാണ് സമാഗമന കൂടാരത്തില് ദൈവാലയത്തിലൊക്കെ കയറുന്ന ഏക വാതിൽ. സമാഗമന കൂടാരത്തിന് പല വാതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അനേക ആൾക്കാര് രക്ഷിതാവായിട്ട് വരണമായിരുന്നു.
ഏകവാതിൽ കർത്താവ്. ഏദൻ തോട്ടത്തിന് ഏകവാതിൽ. അത് കിഴക്ക്. എവിടെ നിന്നാ അത് ക്ലൂ കിട്ടുന്നത്? കിഴക്ക്. ഏദൻ തോട്ടത്തെ കിഴക്ക് കെരൂബുകളെ കറങ്ങുന്ന ജ്വാലയുമായിട്ട് അവിടെ നിർത്തി അവര്. അതുകൊണ്ടാണ് കിഴക്ക്. കിഴക്കാണ് എല്ലാവരും. എന്നിട്ട് ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാൻ നേരത്തെ കിഴക്ക് എവിടാന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അവിടെ ദൈവം നിൽക്കുന്നതെന്നുള്ളൊരു ചിന്ത. കിഴക്കോട്ട് നോക്കി കിഴക്ക് വാതില്, കിഴക്ക് കൂടി പുറത്തു പോയി അവിടെ കെരൂബുകളെ നിർത്തി. എന്നാൽ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃപാസനത്തിന്റെ മുകളിൽ 2 കെരൂബുകൾ ഇരിക്കുന്നു. കർത്താവ് മരിച്ചപ്പോൾ തലയ്ക്കും കാൽക്കലും ഇരുന്ന 2 കെരൂബുകള്, ദൂതന്മാര്. അതുപോലെ സമാഗമന കൂടാരത്തില് ആ കെരൂബുകള് തിരിയുന്ന വാളിന്റെ അഗ്നിജ്വാലയുമായിട്ട് നിൽക്കുകയല്ല. അവരെങ്ങനെയാണ് നിങ്ങൾ പടം കണ്ടു കാണും. ഇങ്ങനെ 2 പേരും തല കുനിച്ച്, ഇവിടെയാണ് രക്ഷ, ഇവിടെ കർത്താവ് രക്തം ഒഴുക്കിയിരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഏദൻ തോട്ടത്തിൽ ഇവിടെ അകത്തേക്ക് പ്രവേശനം പാടില്ല. എന്നാൽ കർത്താവ് കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് രക്ഷാമാർഗം ഒരുക്കി, വഴി ഒരുക്കി. ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി ഒരു പുതുവഴി ഒരുക്കി. പഴയ നിയമത്തില് സമാഗമന കൂടാരത്തില് ദൈവാലയത്തില് കട്ടിയുള്ള തിരശ്ശീല കൊണ്ടാണ് മറച്ചിരുന്നത്. എന്നാൽ കർത്താവിന്റെ മരണത്തിൽ അത് മേൽ തൊട്ട് അടിവരെ ഒത്ത മധ്യത്തില് വശത്തൂടെ ഒളിച്ചും പാത്തുമല്ല നമുക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ പ്രവേശിപ്പാൻ കയറി വരുവാൻ. ആ തിരശ്ശീല മനുഷ്യനല്ല കയറിയത്, മേളിൽ നിന്നും താഴോട്ട് കയറി. അതാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്ന ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി പുതുവഴി ഒരുക്കി. അതെങ്ങനെയാണ് ഒരുക്കിയത്? നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ ബലിയിടനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വാഗ്ദത്ത മശിഹയായ യേശു ക്രിസ്തു ക്രൂശിലെ പ്രായശ്ചിത്ത മരണം പാപം നീക്കുവാനിടയായി. ഇതാണ് പാതാളത്തിലെ അബ്രഹാമിന്റെ മടിയിൽ നിന്നും യേശു ക്രിസ്തു മരിച്ചപ്പോൾ നേരെ സ്വർഗത്തിലേക്കല്ല പോയത്. അബ്രഹാമിന്റെ മടി പർദീസയിൽ ചെന്ന് അവിടെ കുറെ വിശുദ്ധന്മാരുണ്ട്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ല. ഇറങ്ങിയവൻ ഈ വാക്യം പ്രകാരം ക്രൂശീകരണത്തിന് ശേഷം കർത്താവിന്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്തു എങ്കിലും ആത്മാവ് അധോ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്ന്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ആ ആദ്യത്തെ ഭാഗത്തുള്ളവരെയും കൊണ്ട് കർത്താവ് പോയി. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടുകൂടി പഴയ നിയമവിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗീയ പർദീസയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ ആത്മാവ് ഇന്ന് പാതാളത്തിലെ ആ 1-ാമത്തെ തട്ടിലല്ല, സ്വർഗത്തിലെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സകലരും ഇന്ന് സ്വർഗീയ പർദീസയിലാണ് വിശ്രമിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടി 1-ാം പുനരുത്ഥാനത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരം പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് അതിന് മുന്നോടിയായിരിക്കുന്നു. അവിശ്വാസികളുടെ അധമപാതാളത്തിന് മാറ്റം വന്നിട്ടില്ല. അവരവിടെ കിടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് ജയിലിൽ കിടക്കുകയാണ്. അടിയും ഈടിയും തൊഴിയും പല്ലുകടിയും ഒക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണ്. എന്നാൽ വെള്ളസിംഹാസനത്തിലെ ന്യായാധിപൻ ക്രിസ്തു എന്ന ന്യായാധിപൻ അവിടെ ന്യായം വിധിച്ച് അവരെ അത് അവർക്ക് ഒത്ത വിധിയുണ്ടായെന്ന് പറയുന്നത് പലപ്പോഴും ഒരു കുഴഞ്ഞ ഒരു വാക്യം. അവർക്ക് ഒത്ത വിധിയുണ്ടായി. എങ്ങനെയാ? ഒരു പാവപ്പെട്ട പ്രവർത്തിക്ക് തക്കവണ്ണം എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാവരെയും നരകത്തിയിലേക്ക് ഇടുന്ന ഒരാൾക്ക് കൂടിയ ചൂട് കൊടുക്കാനൊക്കോ, ഒരാൾക്ക് കുറഞ്ഞ ചൂട് കൊടുക്കാമോ?
എന്നാൽ ഒരു നിരപരാധിയായ ഒരു നമ്മൾ ഊര് യേശു കർത്താവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ള മാത്രം ഒഴിച്ച് എത്രയോ പേര് സൽസ്വഭാവികളായിരുന്നു. അവരെയൊക്കെ ചെന്ന് അവർക്ക് കിട്ടുന്ന ചൂടും കൊലയാളിയായിരിക്കുന്ന ചൂട് ഒരേ ചൂടായിരിക്കുമോ? അല്ല, പ്രവർത്തിക്കൊത്ത ചൂടുണ്ടാകും. ആ ഫർണസിന്റെ അത് ചൂട് ഓരോ ഭാഗത്ത് ദൈവം കൂട്ടുകയായിരിക്കാം. അത് ദൈവത്തിന്റെ സംവിധാനമാണ്. അവിടെ അത് ചൂട് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സ്ഥാപിക്കപ്പെടുന്ന വെള്ളസിംഹാസനത്തിലെ അന്ത്യ ന്യായവിധി വരെ പാതാളത്തിൽ അവരുടെ ആത്മാക്കൾ. നേരെ ഓർക്കണം, 3 തട്ടില് ഒന്നാമത്തെ തട്ടിലുള്ള ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് കർത്താവ് ഉയരങ്ങളിലേക്ക് പോയി. അവിടെ ഇപ്പം സ്വർഗസന്തോഷത്തിൽ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവമായിരിക്കുകയാണ്. കർത്താവും അവിടെയുണ്ട്. കർത്താവ് വേഗം വരും. പ്രവർത്തിക്കത്ത പ്രതിഫലം ലഭിക്കും. കർത്താവിനായി പ്രയത്നിച്ചവർക്ക് സകലർക്കും പ്രതിഫലം തരുവാനായിട്ട് കർത്താവ് ഉടൻ തന്നെ വരും. നാം സഹിച്ച കഷ്ടങ്ങൾ, നാം സഹിച്ച നിന്ദകൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വേലയെ ആദരിച്ചവരെയും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ 22-12 പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ. കർത്താവ് വേഗത്തിൽ വരുവാൻ ആവർത്തിച്ചാണ് പറയുന്നത്, ഞാൻ വേഗം വരും. പുതിയ നിയമത്തിലുടനീളം കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് തന്റെ വരവ് പറഞ്ഞതുപോലെ സംഭവിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ വരവ് നിശ്ചയമായതിനാൽ വിശ്വാസികൾ ജാഗ്രതയോടെ ജീവിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ്. ആസിയയിലെ സഭകൾക്ക് ദൂതിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളില് എഫെസോസ് മുതല് ലവദോക്യ വരെയുള്ള 7 സഭകൾക്ക് ദൂത് കൊടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം 1-ാം സഭ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട എഫെസോസ് സഭ, അവരോട് പറയുന്നത്, അല്ല ഞാൻ വരികയും മാനസാന്തരപ്പെടാഞ്ഞാൽ നിലവിളക്കതിന്റെ നിലയിൽ നിന്ന് നിലവിളക്ക് നീക്കും. അതായത് അവിടെയുള്ള വിശ്വാസികളല്ല നീക്കുന്നത്, അവിടെയുള്ള കൂടിവരവ് നീക്കപ്പെടും. എഫെസോസ് സഭ ഇന്നില്ല, ലവദോക്യ സഭ ഇന്നില്ല, ഫിലദൽഫിയ സഭ, സ്വർണ്ണ സഭ ഇപ്പോഴും അവിടെ ഉണ്ട്, ദൈവത്തിനായിട്ട് അധ്വാനിച്ച്. എന്നാൽ അന്ന് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട വിഗ്രഹാരാധികളായ പെർഗമോ സഭ, കർമാസക്തമായ മറ്റ് പ്രതിമകളെ നമസ്കരിക്കുന്ന സഭകളുണ്ടെന്ന് അവരെല്ലാം ദൈവം അവർക്കെല്ലാം കൂടെ ദൂത് കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞത്, അല്ല ഞാൻ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? റിമെമ്പർ, റിപ്പന്റ്, റിപ്പീറ്റ്. 3 കാര്യമാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓർക്കുകയും ചെയ്യും. അത് ഓർക്കണം. പഴയതിലേക്ക് ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് റിമെമ്പർ, റിപ്പന്റ്, റിപ്പീറ്റ്. പഴയ രക്ഷിക്കപ്പെട്ട നാളിലെ പ്രവൃത്തി ചെയ്തു തുടങ്ങണം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവര് അതാണ്, അവരത് ഓർക്കണം. പഴയ കാര്യങ്ങളെ ഓർത്ത് അതിലേക്ക് വരണം. പെർഗമോ സഭ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം, പെർഗമോ സഭ, വായിലെ വാളുകൊണ്ട്. പെർഗമോ സഭയെ കുറിച്ച് പറയുമ്പോൾ അത് സാത്താൻ പാർക്കുന്ന സഭയാണ്, സാത്താനെ ആരാധിക്കുന്ന സഭയാണ് പെർഗമോ സഭ. അവരുടെ ചിഹ്നമാണ് ഇന്ന് ആർമിയിലും ഡോക്ടേഴ്സിന്റെ കാറിലും ഒക്കെ ആശുപത്രിയിലെ ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു വടി, പാമ്പ് ചുറ്റിക്കിടക്കും. അവിടെ അഷ്ടമി അവരുടെ ഒരു ദേവനുണ്ട്.
അവര് പാമ്പുകളെ തുറന്ന്, വാസ്തവത്തിൽ അത് പറയുന്ന ചരിത്രം പറയുമ്പം പാമ്പുകളുടെ വിഷപ്പല്ലുകൾ എടുത്തു കളഞ്ഞ പാമ്പായിരിക്കും. രാവിലെ ഏത് വിധത്തിലുള്ള രോഗികളും അവിടെ വന്ന് ക്ഷേത്രത്തിൽ കിടക്കും. അത് രാത്രി പാമ്പിനെ തുറന്നു വിടും. അത് വന്ന് ദേഹത്ത് എഴയുമ്പോൾ അവർക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ആശുപത്രിക്കാര് അത് മടിയുടെ പാമ്പ് ചുറ്റുന്നതായിട്ടുള്ള അവരുടെ ദേവൻ ചുറ്റിയാല് പൂർണ്ണ സൗഖ്യം. ആ ഒരു ഇത് ആർമിയുടെ അടയാളവുമായിട്ട് ഒക്കെ പെർഗമോ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കാണാവുന്നതാണ്. പെർഗമോ സഭ സാത്താന്യ സഭയാണ്. അതാ പറയുന്ന, മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ടവരോട് പോരാടും. ഇനി സർദീസ് സഭ 3:3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതെ ഇരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് മുമ്പും നിന്റെ മേൽ വരുമെന്ന് അറിയുകയില്ല. നീ ഉണരാതിരുന്നാൽ, ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനുണ്ട്. എല്ലാ പ്രവർത്തനവും ഉണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, ആരാധനയുണ്ട്, കൂടിവരവുണ്ട്, പക്ഷെ ഉള്ളിലൊന്നുമില്ല. അതാണ് മരിച്ചവരെന്ന് പറയുന്നത്. ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഒന്നാമത്തെ സഭ എന്ന് പറയുന്ന എഫെസോ സഭ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട സഭ. രണ്ടാമത്തെ സഭ സ്മുർണ സഭയാണ്. അത് പെർസിക്യൂട്ടഡ് ചർച്ചാണ്, പീഡിത സഭയാണ്. സ്മുർണ എന്ന് പറയുന്ന വാക്ക് തന്നെയാണെങ്കിൽ നമ്മൾ ഈ മണം കിട്ടാൻ വേണ്ടി അത് തീയിലിടുമല്ലേ, ആ തീയിലിടുന്ന പ്രക്രിയയായിരുന്നു അവിടെയുള്ള വിശ്വാസികൾക്കുണ്ടായിരുന്നത്. പോളികാർപ്പിനെയൊക്കെ തീയിലിട്ട് ചുട്ടെടുക്കുന്ന അവസ്ഥ. അതായത് ഇത് പീഡിത സഭയാണ്, അവരെ ദൈവം കരുതിയ സഭയാണ്. മൂന്നാമത്തെ സഭ പെർഗമോ സഭ. അത് വേൾഡ്ലി ചർച്ചാണ്, ലോകമായി. എനിക്കുമാകാം, നിങ്ങൾക്കാകാം, എങ്ങനെയൊക്കെ ആയാലും ജീവിച്ചാലും ഒരു കുഴപ്പമില്ല. പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, രക്ഷാമാർഗം കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാം, സ്വർഗത്തിലെ സിറ്റിസൺ ആണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും വയ്ക്കുന്നുണ്ട്. അത് പെർഗമോ സഭ എന്ന് പറയുന്നത് കോംപ്രമൈസിങ് ചർച്ചാണ്. ഉപദേശ വിഷയങ്ങളിലെല്ലാം അങ്ങനെയാകാം, ഇങ്ങനെയാകാം. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇതല്ല. അവര് ലോകവുമായിട്ട് വിവാഹബന്ധം. നാലാമത്തെ സഭ എന്ന് പറയുന്നത് ദ്വൈത സഭ, അഴിമതി നിറഞ്ഞ സഭയാണ്. ഇന്ന് അങ്ങനത്തെയുള്ള സഭകളുണ്ട്. അഞ്ചാമത് സർബീസ് സഭയാണ്, പുരോഗമനവാദം പറയുന്ന നവീകൃത സഭ. എല്ലാം പുതുപുത്ത ആശയം, ആരാധനയ്ക്കും സ്തുതിക്കും എല്ലാ കാര്യങ്ങൾക്കും പുതുചിന്തകൾ വേണം, പുതുമാറ്റങ്ങളുടെ യുഗമാണ്. പിന്നെ അവിടെ ആറാമത് ഫിലദൽഫിയ സഭ, സാഹൂദര്യ സഭ. അവിടെയാണ്, ആ സഭയിലൂടെയാണ് സുവിശേഷം പോകുന്നത്. തുറന്ന വാതിലുള്ള സഭയാണ്. ലവദോക്യ സഭയാണെങ്കിൽ ചൂടുമല്ല തണുപ്പുമല്ല, നിർജീവ അവസ്ഥ. വായില് കർത്താവിന് വായില് കൊണ്ടിട്ട് ഇറക്കാനും വയ്യ, തുപ്പിക്കളയാനും വയ്യ. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്, ചൂടും തണുപ്പും. അതിൽ ലവദോക്യ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വെള്ളത്തിന് ക്ഷാമമാണ്. വളരെ ദൂരെ നിന്ന് രണ്ടിടത്തും ഈ ഒഴുക്ക് വെള്ളം വരും പാറയുടെ ഇടയിൽ നിന്ന്. ഒരിടത്തുനിന്ന് ചൂടുവെള്ളമാണ് വരുന്നത്, ഒരിടത്തുനിന്ന് തണുത്ത വെള്ളം. ഇതെല്ലാം കൂടെ ലവദോക്യ വന്ന് ഒരു ടാങ്കിൽ കയറുമ്പോൾ ചൂടുവല്ല തണുപ്പുമല്ല. അവിടെയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ അവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത് കണ്ണിന് ഈ ഓയിൻമെന്റ് ഉണ്ടാക്കുന്നത്. അതാണ് കർത്താവ് പറയുന്നത്, നീ ലേപനം വാങ്ങിക്കുക, നിന്റെ ലേപനം ഒന്നും പുരട്ടിയാലൊന്നും കാണത്തില്ല, നീ ആത്മീയ കുരുടനായിരിക്കും. ദൈവവഴി വിട്ട് പാപവഴികളിൽ സഞ്ചരിക്കുകയും ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന സഭകൾ മാനസാന്തരപ്പെടണം. പലരും പറയും സഭ മാനസാന്തരപ്പെടേണ്ടതുണ്ടോ? മാനസാന്തരപ്പെടണം, വിശ്വാസികൾ മാനസാന്തരപ്പെടണം. സഭ, ആ കൂട്ടം, ആ കുടിവരവ്, അതിനെ നയിക്കുന്നവര് ഒരുമിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. ദൈവവഴി വിട്ട് ലോകത്തിന്റെ പാപവഴിയിൽ സഞ്ചരിക്കുകയും ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന സഭ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പോകും. അല്ലെങ്കിൽ എന്തു പറ്റും? നിലവിളക്കതിന്റെ സ്ഥാനത്ത് നിന്നും നീക്കിക്കളയുമെന്നാണ് പറയുന്നത്.
ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം വിശ്വസ്തനാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഭൂമിയിൽ വെച്ച് കിടന്ന് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അവിടെ ഒരു കൂടിവരവുണ്ടായിരിക്കുകയില്ല. ആ നിലവിളക്ക് അവിടെ നിന്ന് നീക്കിക്കളയും. വേറൊരിടത്ത് പോയി ഇവര് ആരാധിക്കേണ്ടി വരും. ഫിലദൽഫിയ സഭയോട് പറയുന്ന, ഞാൻ വേഗം വരും. അവരെ കുറിച്ച് ദൈവത്തിന് വളരെ പ്രത്യാശയുണ്ടായിരുന്നു. ആ സഭയെ ചേർക്കുവാനല്ല, നമ്മളെ ചേർക്കുവാൻ കർത്താവ് വേഗം വരും. വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സമയം ആയിരിക്കുന്നു. വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാലമാണ്. കർത്താവ് വരുവാൻ കാലമെടുത്തിരിക്കുന്നു. നശിച്ചു പോകുന്ന ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതെ ദൈവത്തോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് വിശ്വാസികൾ ഒരുമിച്ച് ദൈവമാർഗത്തിൽ നടക്കേണ്ടതായിട്ടുള്ള, അതിനായിട്ട് ഉറക്കത്തിൽ നിന്നും ഉറങ്ങുന്നവരാണെങ്കിൽ രണ്ടു കൂട്ടരുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഉറങ്ങും. രണ്ടാമത്, പാപത്തിൽ ജീവിക്കുന്നവർ ഉറങ്ങും. എന്നാൽ അങ്ങനെയുള്ളവരും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ജീവിക്കണം. 1 തെസ്സലോനിക്കർ 5-6 വാക്യം. 1 തെസ്സലോനിക്കർ 5-6 വാക്യം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ സുബോധവുമുള്ളവരായിരിക്കുക. വളരെ ബോധത്തോടായിരിക്കണം. തീത്തോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഈ സുബോധം വളരെയധികം ഇതുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകവസാനം പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരും. നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ ലോകാവസാനത്തിന്റെ അവസാനം വരെ ഉള്ള പ്രവൃത്തിക്കായിരിക്കും പ്രതിഫലം ലഭിക്കുന്നത്. ന്യായാസനത്തിന്റെ മുമ്പാകെ, ആരുടെ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നാം ഏവരും നിൽക്കുക മാത്രമല്ല, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിട്ടേൺ കൊടുത്ത് അവർ വിളിക്കുമ്പോൾ, ഇന്ന പാസ്ബുക്കിൽ ഇന്ന ഡെബിറ്റ് കാണുന്നു, ക്രെഡിറ്റ് കാണുന്നു, ഇതെവിടെ നീട്ടി എന്ന് ചോദിക്കുന്നത് പോലെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് പരസ്യമായിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ ലജ്ജിതരാകും. കർത്താവിന്റെ വരവിൽ പൂർണ്ണ പ്രതിഫലം ലഭിപ്പാൻ, അന്നാളിൽ സ്വർഗീയ സദസ്സിൽ ലജ്ജിപ്പാതിരിപ്പാൻ, വിശുദ്ധിയും വേർപാടും ഉള്ളവരായിട്ട് ജീവിക്കുവാൻ പറയുന്നു. ഇനി അടുത്ത ക്ലാസ്സില് ക്രിസ്തുവിന്റെ വീണ്ടും വരവാണ് അടുത്ത ക്ലാസ്സില്